മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി കനകലതയ്ക്ക് യാത്ര ചൊല്ലാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം. മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നടിയായിട്ടുള്ള കനകലത കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം പൊറ്റയിലെ സ്വവസതിയിൽ 8 മണിയോടുകൂടി മരണപ്പെട്ടതെന്നുള്ളതാണ്. നിരവധി സിനിമകളിൽ ഏകദേശം 360-ലേറെ സിനിമകളാണ് കനകലത മലയാള സിനിമയ്ക്കായി നൽകിയത്. ഇത്തരത്തിൽ നാടകത്തിലൂടെയാണ് കനകലത അഭിനയ രംഗത്തേക്ക് എത്തിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നിരവധിയായിട്ടുള്ള മലയാള സിനിമകളിൽ ചെറുതും വലുതുമടക്കമുള്ള വേഷങ്ങൾ ചെയ്ത വേഷങ്ങളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന രീതി കനകലത പിന്നീട് സീരിയലുകളിലും മിനി സ്ക്രീനുകളിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്നു. ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ താരം ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. 2021 മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പ്രധാനമായും ഡിമെൻഷ്യ, പാർക്കിൻസൺസ് എന്ന അസുഖങ്ങൾക്ക് ഏകദേശം 4 വർഷത്തോളമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു കനകലത. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്നാണ് ഡിമെൻഷ്യ അസുഖമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല MRI സ്കാനിങ്ങിൽ തലച്ചോറ് ചുരുങ്ങി വരികയാണെന്നും കണ്ടെത്തുകയുണ്ടായി. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അവർ അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാലും ചെറിയ റോളുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. 2019-ലെ ആകാശഗംഗ 2ാം ഭാഗത്തിന് ശേഷം അവർ സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാന്നിധ്യമായിരുന്നു, അല്ലെങ്കിൽ മലയാളത്തിലെ ഹിറ്റ് സിനിമകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു കനകലത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഒരു യാത്രാമൊഴി, ഗുരു, കിലുകിൽ പമ്പരം, പാർവതി പരിണയം, തുമ്പോളി കടപ്പുറം, ആദ്യത്തെ കൺമണി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മലയാള സിനിമകളിൽ, അതും ഏറ്റവും ഹിറ്റായിട്ടുള്ള മലയാള സിനിമകളിലെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു കനകലത. കഴിഞ്ഞ ദിവസം 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ പൊറ്റയിൽ കനകം കാണുന്നത്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് സീരിയൽ രംഗത്തുണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ സ്വാഭാവികമായി ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ, ഹാസ്യമാകട്ടെ അല്ലെങ്കിൽ സ്വഭാവ വേഷങ്ങളാകട്ടെ, ചെയ്യുന്ന വേഷങ്ങളിലെല്ലാം വളരെ സ്വാഭാവികമായി അഭിനയിക്കുന്ന ഒരു നടിയായിരുന്നു. അത്തരത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് എല്ലാ കാലവും ചിരപരിചിതമായിട്ടുള്ള ഒരു മുഖമായിരുന്നു കനകലതയുടേത്. അത്തരത്തിൽ അവരുടെ അഭിനയവും മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു എന്നുള്ളതാണ്. FIR, ആകാശഗംഗ, നിയത്തിപ്രാവ്, അഞ്ചര കല്യാണം, ദോസ്ത്, മയിൽപീലി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മലയാള ചിത്രങ്ങളിലെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. നാടകവേദികളിൽ കൂടിയാണ് കനകലത അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് കാര്യം ഏകദേശം ഒരു കുറേ അധികം വർഷങ്ങളായി മലയാള സിനിമാ രംഗത്ത് നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. എന്നിരുന്നാൽ പോലും ചെയ്യുന്ന ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ പിന്നീട് ഒരു മിനി സ്ക്രീനിൽ സിനിമയെ പോലെ തന്നെ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ സീരിയൽ രംഗത്തും വ്യക്തിമുദ്ര, തൻ്റെതായ ഒരു സ്ഥാനം സ്ഥാപിച്ചിരുന്ന ഒരു നടി കൂടിയായിരുന്നു കനകലത എന്നുള്ളതാണ്. നിരവധി പേരാണ് ഇത്തരത്തിൽ ഇപ്പോൾ കനകലതയെ കാണുവാനായി, അവസാനമായി ഒരു നോക്ക് കാണുവാനായി തിരുവനന്തപുരത്തെ തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ളൊരു സൗഹൃദം സിനിമയ്ക്ക് പുറത്തും അല്ലാതെയും സൂക്ഷിച്ചിരുന്ന, സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു അഭിനേത്രി കൂടിയായിരുന്നു കനകലത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള, സഹോദരി തുല്യയായിട്ടുള്ള ആ നടിയെ കാണുവാനായി, കനകലത എന്ന താരത്തിനപ്പുറം ആ ഒരു വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ആളുകളെല്ലാം ഇത്തരത്തിൽ തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് അവസാനമായി കനകലതയെ കാണുവാനായി ചേരുകയാണ്. പ്രധാനമായും കലാരംഗത്തെ, അതായത് സിനിമ സീരിയൽ രംഗത്തെ നിരവധി പ്രമുഖരാണ്, ഇത്തരത്തിൽ സാംസ്കാരിക സിനിമ സീരിയൽ രംഗത്തെ എല്ലാം നിരവധി പ്രമുഖരാണ് കനകലത എന്ന ഒരു അഭിനേത്രി അല്ലെങ്കിൽ ആ ഒരു അതുല്യ പ്രതിഭയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ, സംസ്കാര കർമ്മങ്ങൾക്ക് മുൻപ് കനകലതയുടെ പ്രിയപ്പെട്ട മുഖം ഒരു നോക്ക് കാണുവാനായി തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറെ നാളായി നിരവധി അസുഖങ്ങളായി, അതായത് പാർക്കിൻസൺസ്, ഡിമെൻഷ്യ തുടങ്ങിയ അസുഖങ്ങൾ മൂലം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ഉണർത്ത് പാട്ട് എന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ അത് റിലീസായില്ല. പിന്നീട് ചില്ല് എന്ന സിനിമയിലൂടെയാണ് താരം അപ്രവാടികളിലേക്ക് വരുന്നത്. 22-ാം വയസ്സിൽ പ്രണയവിവാഹം നടക്കുന്നു. അത് 16 വർഷം നീണ്ടു നിന്നു.
നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹാസ്യവും സ്വഭാവ റോളുകളും എല്ലാം ഒരുപോലെ വഴങ്ങിയ ഒരു നടിയായിരുന്നു കനകലത. കിരീടം, കൗരവർ, ഹിറ്റ്ലർ, വർണ്ണപ്പകിട്ട് അങ്ങനെ തുടങ്ങി പ്രിയങ്കരമായിട്ടുള്ള അനവധി ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. എന്തായാലും വളരെ വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഇത്തരത്തിൽ കനകലതയുടെ വിയോഗത്തിലൂടെ മലയാള സിനിമ സീരിയൽ രംഗത്തുണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള നിരവധി അസുഖങ്ങൾ മൂലം കനകലത സിനിമാ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. 2019 ആകാശഗംഗയ്ക്ക് ശേഷം അവർ സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല. പിന്നീട് പൂക്കാലം എന്നൊരു സിനിമയിൽ കൂടെ, മലയാളത്തിൽ പുറത്തിറങ്ങിയ പൂക്കാലം എന്നൊരു സിനിമയിൽ കൂടെ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. എന്തായാലും കനകലതയ്ക്ക് യാത്ര ചൊല്ലാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കനകലത എന്നുള്ളൊരു അതുല്യ നടിയെ നാടകവേദികളിലാവട്ടെ, സിനിമാ വേദികളിലാവട്ടെ, സീരിയലുകളിലാവട്ടെ ചെയ്യുന്ന അഭിനയ മുഹൂർത്തങ്ങൾ എവിടെയൊക്കെ കാഴ്ചവെക്കുന്നു അവിടെയെല്ലാം വലിയ രീതിയിലുള്ള പ്രശംസ ഏറ്റുവാങ്ങിയിരുന്ന, വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിരുന്ന ഒരു അഭിനേത്രിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ കനകലതയുടെ സംസ്കാര കർമ്മങ്ങൾ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.